നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസിനെ പറ്റിയിട്ടാണ്. അതായത് നാഴികക്കല്ലുകൾ. കുഞ്ഞുങ്ങളെ ചെയ്യുന്ന ഓരോ മന്തിലെയും ഉള്ള ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ് എന്നുള്ളത്, നമ്മൾ ഏതൊക്കെ മന്താണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ കുഞ്ഞുങ്ങൾ രണ്ട് രീതിയിലുണ്ട്. അത് ടേം ബേബീസും പ്രീ ടേം ബേബീസും ഉണ്ട്. അപ്പോൾ ടേമിനും പ്രീ ടേമിനും നമുക്ക് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ചെക്ക് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കൂടുതലും നമ്മൾ പ്രീ ടേം ബേബീസിന് കറക്റ്റ് ടൈമിന് ഇവർ ചെയ്യുന്നുണ്ടോ, അതായത് 1-2 മാസം മുന്നേ ആയിരിക്കും ഇവർ പ്രസവിക്കുന്നത്, അപ്പോൾ ഡെലിവറി കഴിയുന്നത്. അപ്പോൾ ഈ ടേം ബേബീസിനെ പോലെ തന്നെ നമ്മൾ ഈ പ്രീ ടേം ബേബീസിനെയും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഈ മൈൽ സ്റ്റോൺസിന് ഞാൻ പറയാം. മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് 2, 4, 8, 12 മന്ത്സ്. ഈ മന്തിലെ മൈൽ സ്റ്റോൺസ് ആണ് നമ്മൾ മേജറായിട്ട് മൈൽ സ്റ്റോൺസിൽ കണക്കാക്കപ്പെടുന്നത്. അതായത് 2 മന്ത്സ്, 2 മാസം ആകുമ്പോൾ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുക, സോഷ്യൽ സ്മൈൽ. 4 മാസം ആകുമ്പോൾ ഹെഡ് കൺട്രോൾ, അതായത് കുഞ്ഞിൻ്റെ തല നന്നായിട്ട് ഉറച്ചിരിക്കണം. 8 മാസം ആകുമ്പോൾ സിറ്റിംഗ്, കുഞ്ഞ് തനിയെ എണീറ്റിരിക്കണം, അതാണ് നമ്മൾ സിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. 12 മന്ത്സ് ആകുമ്പോൾ നമ്മൾ വാക്കിംഗ്, അതായത് സ്റ്റാൻഡിങ് പ്ലസ് വാക്കിംഗ് ആണ്. കുഞ്ഞ് പതുക്കെ പിടിച്ചെണീറ്റ് 1-2 സ്റ്റെപ്പ് പിച്ച വെച്ച് നടക്കും, അതാണ് നമ്മൾ വാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ത്രൂ ഔട്ട് റണ്ണിങ് അല്ല, ജസ്റ്റ് 1-2 സ്റ്റെപ്സ് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പ്രീ ടേംസിന് വരുമ്പോൾ ഇവർ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ആരും വറി ചെയ്യേണ്ട കാര്യമില്ല. എക്സാമ്പിൾ, ചിലപ്പോൾ 4 മന്ത്സിൽ ഹെഡ് കൺട്രോൾ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ പ്രീ ടേം ബേബീസിൽ 5 6 മന്ത്സോ എടുത്തേക്കാം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട്. ബട്ട് നമ്മൾ ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് മൈൽ സ്റ്റോൺസ് നോക്കുന്നത് EDD വെച്ചിട്ടാണ്, അതായത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. ഡോക്ടർ പറയും ഇന്ന ഡേറ്റിൽ പ്രസവിക്കും എന്നുള്ളത്. ആ ഡേറ്റ് വെച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ പ്രീ ടേം ബേബീസിൽ നോക്കുന്നത്. അപ്പോൾ ഈ ടേം ബേബീസിനെ പോലെ തന്നെ പ്രീ ടൈംസും ആവാൻ നമ്മൾ നേരത്തെ, അതായത് ഏർലി ആയിട്ടുള്ള സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ തെറാപ്പി നമ്മൾ കൊടുക്കും. ആ വഴി നമ്മൾ പ്രീ ടേം ബേബീസും നോർമൽ കുഞ്ഞിനെ പോലെ തന്നെ ആ ഒരു മൈൽ സ്റ്റോൺ അറ്റൈൻഡ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2 മന്ത്സിൽ സോഷ്യൽ സ്മൈലാണ്. അത് കഴിഞ്ഞ് 2-3 മന്ത്സൊക്കെ ആകുമ്പോഴത്തേക്ക്, 2 മന്ത്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ റാറ്റിൽസ് കയ്യിൽ കൊടുത്താൽ കുഞ്ഞ് ഗ്രാസ്പിംഗ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 3-4 മന്ത്സിൽ വരുമ്പോൾ ഈ റാറ്റിൽസ് ട്രാൻസ്ഫറിങ് ആണ്, അതായത് ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കുഞ്ഞിന് സാധിച്ചിരിക്കും. അതിനോടൊപ്പം തന്നെ കുഞ്ഞ് തനിയെ തന്നെ ചെറുതായിട്ട് ചരിയുകയും ചെയ്യും, അതായത് 2 സൈഡിലും തനിയെ ചെറുതായിട്ട് ചരിയും. ഈ 4 മന്ത്സൊക്കെ ആകുന്ന സമയത്ത് കുഞ്ഞിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഹെഡ് ഹോൾഡ് ചെയ്യാൻ പ്ലസ് ഹെഡ് കൺട്രോൾ നന്നായിട്ട് അറ്റൈൻഡ് ആയിരിക്കും. അതായത് കുഞ്ഞ് തിരിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് കുഞ്ഞ് തല തിരിഞ്ഞ് നോക്കാനുള്ള കേപ്പബിലിറ്റി ഇവർക്ക് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഇവർ കമരാനുള്ള ടൈമും കൂടിയാണ് ഈ 4-5 മന്ത്സിൽ വരുന്ന സമയത്ത്. ഈ 5 മന്ത്സിലൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് ബാങ്കിങ്, അത് നമ്മളൊരു ടോയ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇവർ 2 ടോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ 2 കൈ കൊണ്ടും ടോയ്സ് ബാങ്കിങ്, അതായത് ക്ലാപ്പിംഗ് ചെയ്യുകയും അമ്മയും അച്ഛനെയും മറ്റ് ആൾക്കാരെയും കുഞ്ഞ് നന്നായിട്ട് തിരിച്ചറിയാനും, അതിനോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ വോയിസ്, അതായത് ഇപ്പോൾ 2 മന്ത്സ് 3 മന്ത്സിലൊക്കെ ചെറിയ സ്മൈലിംഗ് ആയിരിക്കും. ഈ 4-5-6 ഒക്കെ ആവുന്ന സമയത്ത് ഇവരുടെ സ്മൈലിങ്ങിൻ്റെ വോയിസ് കൂടി വരെയും കുറച്ചൊരു വോക്കലൈസേഷൻ കൂടുകയും ചെയ്യും. അതേ സിംഗിൾ സിലബിൾ, ദ ദ ദ ബ ബ ബ അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞ് നന്നായിട്ട് സ്വയമായിട്ട് വായിട്ട് നന്നായിട്ട് അലയ്ക്കുകയും ചെയ്യും. 6-7-8 മന്ത്സിൽ വരുന്ന സമയത്ത് കുഞ്ഞ് നമ്മളെ പിടിച്ചിരുത്തിയാൽ കുഞ്ഞ് നന്നായിട്ട് ഇരിക്കും. വിത്തൗട്ട് സപ്പോർട്ടിൽ കുഞ്ഞ് നന്നായിട്ട് ഇരിക്കും. 7-8 മന്ത്സിൽ വരുന്ന സമയത്ത് കുഞ്ഞ് തനിയെ എണീറ്റിരിക്കാനുള്ള കേപ്പബിലിറ്റിയിലായിരിക്കും പോകുന്നത്. അതായത് കമിഴ്ന്ന് കിടന്നിട്ട് തനിയെ തന്നെ കുഞ്ഞിൻ്റെ സപ്പോർട്ടോടു കൂടി, നമ്മുടെ ആരുടെയും എഫേർട്ടിലല്ല, കുഞ്ഞ് തനിയെ തന്നെ എണീറ്റിരിക്കാനായിട്ട് 8 മന്ത്സിൽ കുഞ്ഞിന് സാധിച്ചിരിക്കും. 8 മന്ത്സിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ പിടിച്ചെണീക്കാനും കുഞ്ഞിന് സാധിക്കും ആ ഒരു 8 മന്ത്സ് ടൈമിന്. അത് കഴിഞ്ഞ് 9-10-11 മന്ത്സിൽ വരുന്ന സമയത്ത്
നമ്മൾ ജനൽ കമ്പിയിൽ പിടിച്ച് നിർത്തിയാൽ കുഞ്ഞ് നന്നായിട്ട് നിൽക്കും. അതായത് കുഞ്ഞിൻ്റെ ബെയർ വെയ്റ്റിംഗ്, അതായത് കുഞ്ഞിൻ്റെ കാലിൽ കുഞ്ഞിൻ്റെ വെയിറ്റ്, ബോഡിയിലെ വെയിറ്റ് കൊടുത്ത് ബെയർ വെയ്റ്റിംഗ് ആയിട്ട് കുഞ്ഞ് നന്നായിട്ട് നിന്നിരിക്കും. ആ ടൈമിൽ കുഞ്ഞ് അമ്മ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു കാര്യം കുഞ്ഞ് പറയാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നോ എന്നുള്ള ഒരു ഓപ്ഷനും കുഞ്ഞ് പറയാനായിട്ട് ചാൻസ്. നോ എന്ന് ഉദ്ദേശിക്കുന്ന ഇപ്പം നമ്മൾ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ കഴിക്കാൻ മടി, അല്ല ആ ഒരു റിഗ്രഷൻ കുഞ്ഞ് കാണിക്കാനായിട്ടുള്ള ടൈമാണ്. ഇതെല്ലാം നമ്മളൊരു ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസിൽ കണക്കാക്കപ്പെടുന്നതാണ്. പ്ലസ് ടാറ്റ പറയുക, നമ്മൾ ടാറ്റ കാണിച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ടാറ്റയാണ് എന്നുള്ള, പുറത്ത് പോവുകയാണ് എന്നുള്ളത് ഐഡൻറ്റിഫിക്കേഷനും കുഞ്ഞിന് നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ കുഞ്ഞ് തിരിച്ച് അതേ സൗണ്ട് തന്നെ നമുക്ക് ഇമിറ്റേറ്റൻ രൂപത്തിൽ കുഞ്ഞ് തിരിച്ചു തരുന്നതായിരിക്കും. ഈ 12 months വരുന്ന സമയത്ത് കുഞ്ഞ് നമ്മളിപ്പോൾ ചെറിയ ചെയറൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ചെണീക്കുകയും ജസ്റ്റ് 1 or 2 സ്റ്റെപ്പ് പിച്ച വെച്ച് നടക്കാനും തുടങ്ങും. മാത്രമല്ല നമ്മൾ 2 കൈയും കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഫ്രണ്ടിലോട്ട് വിളിക്കുവാണെങ്കിൽ കുഞ്ഞ് 2 സ്റ്റെപ്പ് നമ്മുടെ കൈ പിടിച്ച് വരാനുള്ള കേപ്പബിലിറ്റിയും ഈ 12 monthsലുള്ള ഏജിൽ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എല്ലാ മന്തിലും ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് നമ്മൾ നോക്കണം, ഏതെങ്കിലും ഏരിയയിൽ ഡിലേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ സ്പീച്ച് ആയിരുന്നാലും ഫൈൻ മോട്ടോർ, അത് കൈകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരുന്നാലും ഗ്രോസ് മോട്ടോർ, ഓടുക, അങ്ങനത്തെ എണീറ്റിരിക്കുക, ഇതെല്ലാം ഗ്രോസ് മോട്ടറിൽ വരുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഡിലേ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ 1 month വെച്ച് നിങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിലും അറ്റ്ലീസ്റ്റ് 2, 4, 8, 12 months ഇത്രയും മന്ത്സിലെങ്കിലും നമ്മൾ കുഞ്ഞിൻ്റെ എല്ലാ ഹോൾ ഡെവലപ്മെൻറ്റ്സ്, ഈ ഡെവലപ്മെൻറ്റ്സിൽ വരുന്നത് നമ്മൾ ഈ ടോണും കൂടെ വരും, മസിൽ ടോണും കൂടെ ആഡിങ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഹൈപ്പർ ടോൺ ആണോ, ഹൈപ്പോട്ടോണിക് ആണോ, അല്ലെങ്കിൽ മസിൽ പിടുത്തം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഡെവലപ്മെൻറ്റ്സിൽ നോക്കും. അപ്പം ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ട ടൈമാണ് ഈ 2, 4, 6, 8 months എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഈ മന്തിലെങ്കിലും കുഞ്ഞിനെ ഒരു ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കുകയും എന്തെങ്കിലും ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ തെറാപ്പിയോ അല്ലെങ്കിൽ എക്സസൈസോ വഴി അത് നമുക്ക് മാറ്റിക്കൊണ്ട് വരേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. താങ്ക് യു.